ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിച്ചൂട്ടി പറഞ്ഞ കാര്യം എന്തെങ്കിലും മനസ്സിലായിനാ? അപ്പൊ നിച്ചൂട്ടി പറഞ്ഞ എന്താന്ന് വെച്ചാല് നമ്മൾ കുടിയോലിന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുമെന്ന്, ഗോകുല മാമന്റെ കുടിയോലിന് പോവാൻ റെഡി ആവുമെന്നാണ് നിച്ചൂട്ടി പറഞ്ഞത് കേട്ടാ. അപ്പോൾ അഗിയേട്ടന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ആണ് ഇന്ന്. കുടിയോലി, നമ്മുടെ നാട്ടിൽ കുടിയോലി എന്നേ പറയാ. അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുമെന്ന്. മോളും ഉണ്ട്. അപ്പോൾ മെയിൻ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചല്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ മുത്തപ്പനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വന്നപ്പം മുത്തപ്പനുണ്ട്. അപ്പം തെക്കോട്ടില്ലവർക്കെല്ലാം മുത്തപ്പനൊന്നും അധികം കാണുന്നില്ലല്ലോ. അപ്പോൾ കുറേ പേർക്ക് നമ്മളെ വീഡിയോസ് കാണുന്നതായിരിക്കും നമ്മുടെ കണ്ണൂരെ മുത്തപ്പനെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കുമായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം മാറ്റാൻ വേണ്ടി പോകുമെന്ന് ഒരു 11:45 ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. 12 മണിയാകുമ്പോൾ അവിടെ എത്തുന്ന രീതിക്ക്. ആ സമയത്ത് ആ മുത്തപ്പനെല്ലാം തുടങ്ങുക. ഏട്ടനും തക്കുടും രാവിലെ പോയി. ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗോകുലേട്ടൻ. അതുകൊണ്ട് രാവിലെ അവർ പോയി. നമ്മളെല്ലാവരും ഇപ്പം റെഡി ആയിട്ട് ഇറങ്ങും. അപ്പം നമുക്ക് മാറ്റാം കണ്ണാ, റെഡി ആവാ? ഓക്കെ. അപ്പൊ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം സാരി ഉടുത്തിട്ടുണ്ട്. അന്നേ കല്യാണത്തിന്റെ വീഡിയോയിൽ തന്നെ കുറെ ആള് പറഞ്ഞു സാരി ഉടുത്തുകൂടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ കുറേ നേരത്തേക്ക് പോണ്ടതല്ലേ, പിന്നെ നിച്ചൂട്ടിനെ എടുത്തിട്ട് എനിക്ക് പൊതുവേ സാരി ഉടുക്കാൻ മടിയാണ്. കുറെ ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടേന്ന് വെച്ചിട്ട് ശീലമില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഇന്ന് ഏതായാലും കുറച്ച് നേരത്തേക്കല്ലേ എന്ന് വെച്ചിട്ട് സാരി എല്ലാം എടുത്തിട്ടുണ്ട്. പഴയ സാരിയാണ്. ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്, ഒരു മീഷോ ഹോളിൽ. ആ ഒരു സാരിയെല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായോ പറയണേ. ഏട്ടാ കാണിച്ചു കൊടുത്തേ. നല്ല സാരി ആയിട്ട്. ഇത് ചെറിയ പൈസ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഞാൻ വാങ്ങിക്കുമ്പോൾ 400 രൂപയിൽ താഴെ ആ ഒരു റേഞ്ചിൽ ഉണ്ടായതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയലെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. നിച്ചൂട്ടിനെ കാണിച്ചു കൊടുക്ക്. സുന്ദരി കണ്ണ. നിച്ചൂട്ടിനെ അന്ന് ഈ ഉടുപ്പെടുത്തപ്പോ എല്ലാരും പറഞ്ഞു അമ്മേനെ വീഡിയോ എടുക്കണ്ടേ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് ഭയങ്കര സൗണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പറയുന്നതൊന്നും കേൾക്കില്ല. അപ്പം നിച്ചൂട്ടീൻ്റെ ഈ ഡ്രസ്സ് നിങ്ങൾ അന്ന് കണ്ടല്ലേ, കുറേ പേർക്ക് നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷോർട്സും ടീഷർട്ടും നിച്ചൂട്ടിൻ്റെ ഈ ക്രോപ്പ് ടോപ്പും അന്ന് കാണിച്ചപ്പം. അപ്പം നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അമ്മയും ഏട്ടനും വണ്ടിയിൽ കയറി. ഇനി നമ്മളെല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് നേരെ പോവാം. അമ്മക്കുട്ടി പോവാം നമുക്ക്. നിച്ചക്കുട്ടി പോവാം നമുക്ക്. ഏട്ടൻകുട്ടാ കറുപ്പുണ്ട് കേട്ടോ, ആരും പേടിക്കണ്ട. കറുപ്പ് വിട്ട ഒരു കളിയുമില്ല. പക്ഷെ ഞാനും ഏട്ടനും ഇന്ന് മാച്ചിങ് ആയി. നീച്ചുണ്ട്. ഇവർ വീട് ശരിക്കും പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഉണ്ടായി. ഇപ്പം ഈ റോഡ് പണി കാരണം അവർ റോഡിന് സ്ഥലം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് പിന്നിലേക്ക് ഇവർ വേറെ വീട് എടുത്തതാണ്. പഴയ വീട് ഓൾറെഡി അവിടെ തന്നെയുണ്ട്. ആ മുന്നിലുണ്ടായ സ്ഥലം കുറച്ച് പോയിന്ന് മാത്രം. അപ്പോൾ റോഡ് പണിയൊക്കെ ഇതാ തകൃതിയായിട്ട് അങ്ങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്ക് നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെ എത്തി ഇത് ഏതാ സ്ഥലം എന്ന് വരെ മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ മുത്തപ്പൻ്റെ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ആൾക്കാരൊക്കെ കുറച്ചിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് തന്നെ കുറേ ആൾക്കാർ പരിചയമില്ല എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞു. ഏട്ടനെ കുറച്ച് ഫ്രണ്ട്സെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം വർത്താനം പറഞ്ഞു. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഐശ്വര്യ, അവളെ റിലേറ്റീവാണ്. അപ്പോൾ അവളും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പോയ ഉടനെ ഞാൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് അവർ ഹായ് പറയുന്നുണ്ട്. ഇത് ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. 2 ആൾ സുധീഷ്ണി, രേവതി ചേച്ചിയും വാവിയുണ്ട്, ധ്വനിമോളും ഉണ്ട്. വീടിനെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. ഓരോ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗോകുലേട്ടൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെതായ കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യുമല്ലോ. എന്തായാലും ഗോകുലേട്ടനും അനിയനും സെയിം പ്രൊഫഷൻ തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെതായ ഒരു നീറ്റ്നെസ് വീട്ടിലുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും നല്ല യുണീക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിന്റെ വിശേഷം? ഹൗസ് വാമിംഗ് അടിപൊളി. നല്ലുണ്ട് കേട്ടോ വീട്. ഓരോ സംഭവവും നല്ല അടിപൊളിയുണ്ട്. എല്ലാരും കരവിരുദ്ധം ഉണ്ടാവും. നല്ലുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നല്ലുണ്ട് കാണാൻ. അടിപൊളി, സൂപ്പർ. ഇപ്പം നമ്മൾ കണ്ടത് ഗോകുലേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ, ശിശിര. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓള് ഇങ്ങനെ റൂമെല്ലാം പറഞ്ഞു തന്നു. 6 റൂമാണെന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു തരാന്ന്. കുറച്ച് പണിയും കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട് അത്രേ. കളറെല്ലാം നല്ല രസമുണ്ട്. ഓരോ റൂമിലെയും തീം വെച്ച് കളർ ചെയ്തതെല്ലാം നല്ല ഭംഗിയുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകളിലത്തെ സംഭവങ്ങളെല്ലാം ഓള് കാണിച്ചു തന്നു. പിന്നെ മുകളിൽ നല്ലൊരു ബാൽക്കണി ഉണ്ട്. അവിടെ കുറേ നേരം നമ്മൾ അങ്ങനെ നോക്കിയിരുന്നു. നിച്ചൂട്ടി അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ ഓടിക്കളിക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് നിച്ചു അവിടെ തന്നെ കുറേ നേരം നിന്നിട്ടുണ്ടായിനി. പിന്നെ ഐശ്വര്യ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് മുന്നേയുള്ള വ്ളോഗ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓളും ഹസ്ബൻഡും മോനും ഉണ്ടായിനി. അതുകൊണ്ടൊരു കൂട്ടായി. ഐശ്വ ഉള്ളതുകൊണ്ട് നമ്മൾ വർത്താനെല്ലാം പറഞ്ഞ് കുറേ നേരം ഇരുന്നു. മോൻ പിന്നെ ഫുള്ള് ഓടിച്ചാടി കളിയായിരുന്നു ദേവൻ.
പിന്നെ ആ ബാൽക്കണിയിൽ നമ്മളൊരു ടീപ്പോയെല്ലാം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിന്. അതിൻ്റെ മുകളിൽ 2-3 പീസും കൂടെ ഇനി വരും പോലും. അതെല്ലാം നല്ല രസം ഉണ്ടായിനി കാണാൻ വേണ്ടിയിട്ട്. ദേവന്തിന്റെ വിശേഷം സുഖല്ലേ? ഭാഗ്യാണ്. ഒന്നുമില്ല. ഹാളിൽ തന്നെ ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 ലൈറ്റ്സ് ഉണ്ടായിനി. ഹാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് അങ്ങനെയാണ് വരുന്നത്. ഗോകുലേട്ടൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു താഴെ നിന്ന് ഇപ്പോൾ എന്ത് പറഞ്ഞാലും മുകളിലെല്ലാം കേട്ടോളൂ, ഫുള്ള് ഓപ്പൺ ആയതുകൊണ്ട് ഫുള്ള് കേട്ടോളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ലൈറ്റ് കാണാൻ നല്ല രസമുണ്ടായിനി. സ്റ്റെപ്പെല്ലാം ഇങ്ങനെ മരത്തിൻ്റെ സ്റ്റെപ്പെല്ലാം ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ആടെ ഗണപതി ഹോമെല്ലാം ഉണ്ടായിന് തലേ ദിവസം. അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ സൈഡിലായിട്ട് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം നമ്മളവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. തക്കുടും ഉണ്ടല്ലോ, തക്കുടിനെ അവിടെ നിന്ന് കിട്ടി, രാവിലെ പോയതാണെന്നല്ല. അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ ഐശു ഉള്ളത് കൊണ്ട് തക്കുടൂനും കൂട്ടായി. ഐശു രാവിലെ ഉണ്ടായിനി. അതുകൊണ്ട് പിന്നെ അവർ രണ്ടാളും ഫുള്ള് കത്തിയടിയായിരുന്നു ഞാൻ പോകുന്നവരെ. പിന്നെ അമ്മയും അച്ഛനെല്ലാം താഴെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ താഴെ കുറേ ആളായതുകൊണ്ട് കുറച്ച് നേരം മേലെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് മേലേക്ക്. സാധാരണ എനിക്ക് സാരി ഉടുത്തു കഴിഞ്ഞാൽ കുറേ വലിയൊരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ എന്തോ ഒരു സാധനം മേത്ത് വെച്ച് കെട്ടിയ പോലെല്ലാം തോന്നലുണ്ട്. പക്ഷേ ഈ സാരി എനിക്ക് നല്ല കംഫർട്ടാണ്. ആ ഒരു മെറ്റീരിയൽ അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല കംഫർട്ടാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഐശുവിനെല്ലാം നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പോയാട് ചോദിച്ചു സാരി ഉടുക്കുന്നതുകൊണ്ടാണ് വൈകിയത് എന്നെല്ലാം ചോദിച്ചു എല്ലാവരും. പക്ഷേ നമ്മൾ ആ മുത്തപ്പൻ്റെ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് പോയതാണ്. അല്ലെങ്കിൽ പിന്നെ നിച്ചുട്ടിക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ അങ്ങ് ബോറടിക്കൂലേ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വൈകിച്ചിട്ട് ആ ഒരു സമയം കണക്കാക്കി പോയത്. ഗണപതി ഹോമം കഴിഞ്ഞതിൻ്റെ പ്രസാദം ഉണ്ടായിന്. അപ്പോൾ അഗിയേട്ടൻ അത് എടുത്തു തരുമെന്ന് നിച്ചുവിന് കുറച്ച് കൊടുത്തപ്പോൾ നിച്ചുവിന് നല്ല ഇഷ്ടമായി. അപ്പോൾ ഒരു ഇലയിലാക്കി തരാം, ആടെ ഇരുന്നിട്ട് ഞാനും നിച്ചുട്ടി രണ്ടാളും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഒരു ഇലയിലാക്കിയിട്ട് എടുത്തു വന്നു. ചോറുണ്ണേണ്ട സമയം ആയിനി. അതുകൊണ്ട് പിന്നെ നിച്ചുവിന് അധികം കൊടുക്കാൻ മടിയാണ്. എന്നാ വെച്ചാൽ ചോറുണ്ണാനായ സമയത്ത് എന്തെങ്കിലും മധുരം കഴിച്ച് കഴിഞ്ഞാൽ നിച്ചു തീരെ തിന്നുവേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഇഷ്ടമായ സ്ഥിതിക്ക് കുറച്ച് തിന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ 12 മണി എന്ന് പറയുന്നത് നിച്ചുട്ടീൻ്റെ കുറച്ച് ഉറക്കത്തിൻ്റെ ഒരു സമയമാണല്ലോ. അതുകൊണ്ട് ഉറക്കം ചെറുതായിട്ട് വരുന്നു, അങ്ങനെയുണ്ട്. ആ സമയത്ത് ഗോകുലേട്ടൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു മുത്തപ്പം തുടങ്ങാനായി, ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നോന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവരെ പഴയ വീട് അതിൻ്റെ മുന്നിലായിട്ടാണ്, അതിൻ്റെ ചുറ്റിലായിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുള്ളത്. ഇത് അഗിയേട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഈ ഏട്ടനാണ് ഈ വീട് പണിഞ്ഞത്. എഞ്ചിനീയർ ഈ ഏട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏട്ടനോട് നല്ലുണ്ട്, അടിപൊളി ആയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡെല്ലാം വന്നു. അമ്മക്ക് പിന്നെ സാധാരണ ചോറാണല്ലോ. അപ്പോൾ അമ്മ സാധാ ചോറും ഇഞ്ചിത്തൈരും മസാലക്കറിയും ചമ്മന്തിയും അങ്ങനെ സാലഡും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും അതുതന്നെയാണ് കഴിച്ചത്. നമുക്ക് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കുമ്പോൾ ചിലവർക്കൊക്കെ വെറി വരുന്നുണ്ടാവും. ഞാൻ അന്ന് സദ്യ കാണിച്ചപ്പോൾ ജിമ്മിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊതിയാവുന്ന അടുത്ത് കാണിക്കല്ലടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഇന്നും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ക്ഷമിക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നു. ഫാനിന് കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചിട്ട് നല്ല ബിരിയാണി എല്ലാം കഴിച്ചപ്പോൾ നല്ലോണം വേർത്ത്. അതുകൊണ്ട് നമ്മൾ ഫാനിൻ്റെ കീഴിൽ പോയിട്ട് അവിടെ ഇരുന്നു കുറച്ച് നേരം. നിച്ചോട്ടി കുറച്ച് മിങ്കിളാവാൻ വേണ്ടിയിട്ട് സമയം എടുക്കും ബാക്കി പിള്ളേരുമായിട്ട്. പക്ഷെ ആയിക്കഴിഞ്ഞാൽ നല്ല കളിയുമായിരിക്കും. അങ്ങനെ കണ്ട് ശീലമില്ലല്ലോ അധികം പിള്ളേരെയൊന്നും. അപ്പോൾ ധ്വനിഭാവിയായിട്ട് കുറച്ചിങ്ങനെ എടുക്കാനെല്ലാം നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇവർ 3 ആളും ഏകദേശം അടുത്തടുത്താണ് കേട്ടോ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇവർ രണ്ടാളും മാർച്ചിലാണ്, നിച്ചൂട്ടി ഏപ്രിലാണ്. എന്നാലും ഏകദേശം അടുത്തടുത്താണ്, ഒരേ പ്രായമാണ്. വാമി, ധ്വനി, നിച്ചു, ഇവർ 3 ആളും. അപ്പോൾ 3 ആളും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. 3 ആളും അടുത്ത് ഇരുത്തിയിട്ട് അഗിയേട്ടൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ മക്കളാണ് ബാക്കി ഇവർ രണ്ടാളും. വിനയേട്ടൻ്റെയും ദീപ്തി ചേച്ചിൻ്റെയും മോളാണ് വാമി. ധ്വനിനെ പിന്നെ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ 3 ആളും ഒരേ പ്രായമായതുകൊണ്ട് കാണുമ്പോൾ നമുക്കും നല്ല രസമുണ്ട് അവർ ഒരുമിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഐശുവും കൂടെ കുറേ നേരം ഇരുന്നിട്ട് കുറേ വർത്താനെല്ലാം പറഞ്ഞ് പണ്ടത്തെ നമ്മളെ കുറേ ഗോസിപ്പെല്ലാം ഓരോരാളെ പറ്റിയിട്ടെല്ലാം ഉണ്ടാവുമല്ലോ ഫ്രണ്ട്സിന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിച്ചു ആണെങ്കിൽ ഉറക്കം വന്നിട്ട് ഇങ്ങനെ എന്നാ ചെയ്യണ്ടേന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലാണ്.
അപ്പോഴേക്കും പുറത്ത് മുത്തപ്പൻ്റെ ഏകദേശം ആവാനായി, മുത്തപ്പൻ തുടങ്ങാനായി. തലക്കെട്ട് മുടി വെക്കാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെണ്ട കൊട്ടുമല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ നിച്ചു പറഞ്ഞു നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിച്ചുവിനെയും കൊണ്ട് പോയതാണ്. അപ്പോൾ ഇതാ കറക്റ്റ് മുത്തപ്പൻ തുടങ്ങുന്ന സമയമാണ്. അപ്പം പുറത്തുള്ളവരെല്ലാം കുറേ ആയിട്ടുണ്ടാവും മുത്തപ്പനെ കണ്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വൃത്തിക്കാനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം നിച്ചു എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് അധികം അങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക. നിങ്ങൾ കണ്ടോ, മുടി വെക്കുന്നതും ബാക്കി കാര്യങ്ങളും എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിച്ചുട്ടീനും കൂട്ടിയിട്ട് അങ്ങ് അപ്പുറത്തെ സൈഡ് പോയിരുന്നു. അവിടെ തക്കടും ഐശ്വര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയിരുന്നിട്ട് അവിടെ നമ്മൾ വൃത്തി കാണുന്നുണ്ടായിരുന്നു മുത്തപ്പനെ. നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് മുത്തപ്പനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ നാട്ടിലുണ്ടാകുമ്പം അടുത്തടുത്ത് നമ്മൾ നാട്ടുമ്പുറങ്ങളിലെല്ലാം മിക്കവാറും ചില വീടുകളിലൊക്കെ ഇങ്ങനെ മുത്തപ്പൻ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് കുറേ അധികം ഗ്യാപ്പില്ലാണ്ട് മുത്തപ്പനെ കാണാൻ വേണ്ടി പോകലുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം നല്ലോണം കുറവാണ്. അതുകൊണ്ട് അങ്ങനെ പോലേയില്ല. പിന്നെ ഞാൻ പറഞ്ഞ് നിച്ചുവിനും നല്ല ഇഷ്ടമാണ്. തലേ ദിവസമേ എനിക്ക് മുത്തപ്പനെ കാണണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടങ്ങിയിരിക്കുന്നുമുണ്ട്. ഇങ്ങനെ മുത്തപ്പൻ നടക്കുന്നതെല്ലാം നോക്കിയിട്ട് എന്താ മുത്തപ്പൻ ഡാൻസ് കളിക്കാത്തതെന്നെല്ലാം ചോദിക്കുന്നത്. ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ നിച്ചു വന്ന് പോയപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കളിക്കുമല്ലോ മുത്തപ്പൻ ഇങ്ങനെ നടന്നിട്ട്. അപ്പം എന്താ അങ്ങനെ ആക്കാത്തതെന്നെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോഴൊക്കെ നിച്ചുവിന് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല ചൂടും അവിടെ ഡയറക്റ്റ് ഇങ്ങനെ വെയിലടിക്കുന്നതുകൊണ്ട് നിച്ചു ഫുള്ള് വേർക്കുകയും ചെയ്തിന്. അപ്പോൾ കുറച്ച് നേരം ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് വന്നതാണ്. അപ്പോൾ ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഉറങ്ങിയിട്ട് അത്രയും ഉറക്കുണ്ടായിനി. മാക്സിമം പിടിച്ച് നിൽക്കും നിച്ചു. പക്ഷേ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തൂങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഉറക്ക്. ബാക്കി പിള്ളേരെല്ലാം അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന അത്രേ. അവർക്കൊന്നും ഉറക്കമൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിച്ചു ഏതായാലും ഉറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സ്വപ്നമായിരിക്കും ഒരു വീട് കെട്ടുക എന്നൊക്കെ ഉള്ളത്. അപ്പം ആ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു സംതൃപ്തിയുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ദിവസം മുത്തപ്പനെല്ലാം കെട്ടി അടിച്ച് വീട്ടിലേക്ക് നമ്മൾ കയറുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്കെല്ലാം ഈ 2024 വീട് കെട്ടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വേഗം ഇറങ്ങി. നിച്ചു നല്ല ഉറക്കാനും ഒന്നും അറിയുന്നേ ഉണ്ടായിട്ട്. അത്രയും ആ ചെണ്ടേൻ്റെ ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് വരെ നിച്ചൂട്ടി അറിയുന്നില്ല. പിന്നെ മുത്തപ്പൻ ജസ്റ്റ് തുടങ്ങിയതല്ലല്ലോ, കുറേ സമയം എടുക്കും. ഒന്ന് വൈകുന്നേരം വരെയല്ലേ ഇനി ഉണ്ടാവും. അപ്പോൾ കയ്യിൽ നിന്ന് വരെ നമുക്ക് എന്തായാലും നിൽക്കാനും പറ്റില്ല മോൾ ഉറങ്ങിയ സ്ഥിതിക്ക്. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അയ്യോ ക്ഷീണം പിടിച്ചു, നല്ല ഉറക്കം വരുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ച് ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് മുത്തപ്പനെ നമ്മൾ തൊഴാൻ നിന്നിട്ടില്ല. നല്ല തിരക്കുണ്ട്. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. മുത്തപ്പൻ തുടങ്ങാൻ ലേറ്റായി. അതുകൊണ്ട് പിന്നെ നല്ലോണം ലേറ്റ് ആവുമല്ലോ. നിച്ചൂട്ടി നല്ല ഉറക്കമാണ്. ഞാൻ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഹാളിൽ ഫാനിന് കിടത്തിയപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഉറക്കത്തോടെ ഡിസ്റ്റർബ് ആവൂലേ നിച്ചുവിനെ. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നിച്ചുവിനെ ബെഡിൽ കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ്. അപ്പോൾ നമ്മൾ കുടിയോലിലെല്ലാം പോയിട്ട് വന്ന് റെസ്റ്റെല്ലാം കഴിഞ്ഞ് രാത്രിയൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ചപ്പാത്തിയും മുട്ടക്കറിയാണ്. ഇവർക്ക് രാത്രി 9:30 ആകുമ്പോൾ പോകണം. അപ്പം അപ്പോഴേക്ക് രാത്രി ഉച്ചക്ക് പിന്നെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് അവിടെ നിന്നല്ലേ കഴിച്ചേ. അതുകൊണ്ട് ഇനി അതാണ് പണി. അപ്പോഴേക്ക് നല്ല മഴ പിടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ പെയ്യോന്ന് അറിയില്ല, നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇത് ആകാശം നല്ലോണം ഇരുണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും പെയ്യുന്നതിൻ്റെ പിടുത്തായിരിക്കും. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഒരു വേഴാമ്പൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. മഴ നോക്കിയിരിക്കുന്നുണ്ട്. മഴ കാണാൻ വേണ്ടി കാത്തുക്കുവന്നു. പക്ഷെ പറ്റിക്കോന്ന് അറിയില്ല. നല്ലോണം പിടിച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. പക്ഷെ പെയ്താൽ മതിയായിരുന്നു. പെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. നല്ല ചൂടുണ്ട്. മഴ എന്തായാലും പെയ്യും ഇന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം ഇടാൻ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുട്ട ഇടണം അത്രേ. കറി ഏകദേശം ആയിട്ടുണ്ട്. വേഗം പണി തീർത്തിട്ട് അമ്മ പറഞ്ഞു നമുക്ക് വേഗം പണി തീർക്കാം, എന്നാൽ പിന്നെ മഴ ആസ്വദിച്ച് നിൽക്കാമല്ലോ എന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ വൈകുന്നേരം പോകും വേണ്ടി. അവരെത്തി, രണ്ടാളും വന്നു. അവർ 4 മണി ഒരു 4:30 ആകുമ്പം തിരിച്ചു വന്നിട്ടുണ്ടായിനി.
അതുപോലെ ചപ്പാത്തിക്കും കുഴച്ച് വെക്കണം. അപ്പോൾ മുട്ടക്കറി ആയ സ്ഥിതിക്ക് എനിക്ക് ചപ്പാത്തിക്കും വേഗം കുഴച്ച് വെക്കാം. എന്നാൽ പിന്നെ അതിൻ്റെ പണി അങ്ങ് തീർന്നല്ലോ. ആ ചുട്ടെടുക്കേണ്ട കാര്യം കൂടിയല്ലേ ഉള്ളൂ. മഴയിലുള്ള സമയത്ത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് കുറച്ച് നേരം രാത്രി എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അവർക്ക് പോകാനാവുന്ന സമയം വരെ വർത്താനം പറഞ്ഞിരിക്കും. 10 മണിയെല്ലാം ആകുമ്പോൾ ആണ് ബസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയം ജസ്റ്റ് പോവല്ലോ വേണ്ടു. ഏട്ടൻ കൊണ്ടാക്കും, പഞ്ചായത്തേക്ക് രണ്ടാളെയും കൊണ്ടാക്കും വണ്ടിയിൽ. അപ്പം ആ ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ തന്നെ 10:10 അങ്ങാണ്ടാന്ന് ബസ്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തുമല്ലോ. അതുകൊണ്ട് കുറേ നേരം വർത്തമാനം പറയാൻ രാത്രി സമയമുണ്ട്. ഇവർ വന്നു എന്നല്ലാണ്ട് എന്തെല്ലോ ഇങ്ങനത്തെ പരിപാടിയെല്ലാം ആയതുകൊണ്ട് നേരാൻ വേണ്ട എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് സമയം കിട്ടുമല്ലോ. അതുകൊണ്ട് വേഗം പണി അങ്ങ് തീർക്കാമെന്ന് വെച്ചു. ചപ്പാത്തി പരത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചുടാൻ വേണ്ടി തുടങ്ങി. ഒരാൾ പരത്തി ഒരാൾ ചുടും. എപ്പോഴും ഞാൻ പറയുന്ന പോലെ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പണി തീരും. അതുകൊണ്ട് ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട്, അമ്മ ചുട്ടെടുക്കുന്നുമുണ്ട്. അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നല്ലോണം. അമ്മ പറയുന്നത് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളെ ചപ്പാത്തി പൊന്തൂല, അല്ലാത്ത സമയം പൊങ്ങി വരുമല്ലോ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല മഴ വന്നു. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കണ്ണാട്ടനാണ് എന്നിട്ട് മഴയെ തന്നെ പോകുന്നു. അപ്പോൾ ഞാൻ വർത്തമാനം പറയുന്ന അവരോട് നല്ല മഴ വന്നല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം എന്തായാലും നല്ല ആശ്വാസമായി. അവർ മഴ കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം മഴ പെയ്തു. ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്തുകൊണ്ടാണ് അത്ര കാണാത്തത്. അപ്പോൾ നല്ലൊരു സുഖം കിട്ടി. എന്തായാലും കുറച്ച് തണുപ്പ് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ചപ്പാത്തിയെല്ലാം ചുട്ട് കുടിയെല്ലാം കഴിയട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ. അമ്മ ടാറ്റ.